ഞാൻ മത്സരിച്ചതും കഴിഞ്ഞ 34-ാം വാർഡിലാണ് 2015, 20, വൈഫിനെ മത്സരിപ്പിച്ച് അവിടെയും ജയിച്ചു. ഇപ്പം 25-30 നമ്മൾ പോകുന്നു പറഞ്ഞാൽ എൻ്റെ തറവാട് കെട്ട ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം എന്നെ അറിയുന്ന ജനങ്ങളാണ്. ആ ജനങ്ങളുടെ ഇടയിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഞാൻ ആദ്യ റൗണ്ട് ചെന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ സ്വീകരണം എന്ന് പറഞ്ഞാൽ പ്രവർത്തന മികവിലുള്ള അംഗീകാരമാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് വന്നു. ഞങ്ങൾ നിന്നെപ്പോലുള്ള ആളുകളെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. വിധി പറയുന്നതിന് മുന്നോടിയായിട്ടാണ് ഞാൻ 12,500 ലഡു ഉണ്ടാക്കുന്നതിന്. അത് ജനങ്ങൾ തീരുമാനിക്കും. കുടുംബാധിപത്യമാണോ അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് മാത്രം മതി, മത്സരിച്ചാൽ മതി എന്നുള്ള തീരുമാനിക്കുന്നത് ഈ വാർഡിലെ സാധാരണ ജനങ്ങളും ഇടത്തരക്കാരും ആണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മൾ മത്സരിക്കുന്നത് സ്വതന്ത്രനായിട്ടാണ്. ത്രിമൂർത്തികളായിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടായത് അസൈനാർ എന്ന് പറഞ്ഞ അച്ചു, അതുപോലെ തന്നെ കെൻറ്റിശാലുള്ള മനു. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഞങ്ങൾ ഇറങ്ങി. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ വാർഡിലെയും നമ്മുടെ തറവാടിൻ്റെ വാക്കിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ്. ഞങ്ങളുടെ ഇന്നത് ജാഥയാണെന്ന് വരും പലരും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കൊണ്ടുവരാനാണ് ബുദ്ധിമുട്ട്. ഏതൊരു നേതാവിനെ എല്ലാ നേതാവാകും, പക്ഷേ അണികളുണ്ടെങ്കിൽ നേതാവുള്ളൂ. അപ്പം അത് മനസ്സിലാക്കാനുള്ള ബോധം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ജാതി നോക്കിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സ്ഥാനാർത്ഥിനെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ വിജയിക്കും അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്നവനാണ് സീറ്റ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ. വർഗീയത മാറ്റി മുന്നോട്ട് വന്നിട്ട് അന്തസ്സായിട്ട് മത്സരിക്കാൻ ധൈര്യമുള്ളവർ നമ്മുടെ മുന്നോട്ട് വരട്ടെ.